ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഇവിടെയായിട്ടൊരു ഫോട്ടോ കാണാൻ സാധിക്കും. ഈ ഫോട്ടോയിലുള്ള പോലെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിനായി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വേണ്ടത് ഇങ്ങനത്തെ ഒരു മെഴുതിയിലൊക്കെ കത്തിക്കുന്ന പോലത്തെ ഒരു സാധനമാണ് ഊരിയെടുക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു മെഴുതിയിലൂടെ ഒരു ചെറിയ കഷ്ണമാണ്. പിന്നെ വേണ്ടത് 3 തീപ്പെട്ടി കൊള്ളികളാണ്. 3 തീപ്പെട്ടി കൊള്ളികളും വേണം. പിന്നെ നമുക്ക് ആവശ്യമായുള്ളത് ഒരു പശയാണ്. ഫ്ലെക്സ് ക്വിക്കോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ ഉപയോഗിച്ച് ഇത് ഒട്ടിക്കാവുന്നതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ കാട്ടുന്നത് പോലെ ഒട്ടിക്കണം. ഇത് ഇവിടെ ഒട്ടിക്കണം. പിന്നെ എന്നിട്ട് ഇവിടേക്ക് ഒട്ടിക്കണം. കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഒട്ടിക്കണം. അടുത്ത പോലെ ഇവിടെ ഒട്ടിച്ചിട്ട് ഇവിടെ ഒട്ടിക്കണം. ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് നോക്കാം. ഇത് ഇവിടെയാണ് ഒട്ടിക്കേണ്ടത്. ഇത് ഉണങ്ങുന്നതായിരിക്കും അടുത്ത് ഒട്ടിക്കാം. ഇത് ഇവിടേക്കായാണ് ഒട്ടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ ഈ തീപ്പെട്ടിക്കൊള്ളി വെച്ച് ഒട്ടിച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് ഒട്ടിക്കേണ്ടത്. ഇടയ്ക്ക് ഇനി നമുക്കിതെങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് നോക്കാം. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ വെച്ച് ബാക്ക്ഗ്രൗണ്ട് ഒരു ചെറുതായിട്ടെങ്കിലും ബ്ലർ ചെയ്ത് വേണം ഫോട്ടോ എടുക്കാൻ. ശേഷം മെഴുതിരി കത്തിച്ച് കിടക്കാം. കത്തിയിട്ടുണ്ട്. ബ്ലറായൊന്ന് നോക്കാം. ശേഷം ഫോട്ടോ എടുക്കാം. ഇനി നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോ ഒന്ന് ഓണാക്കി വെക്കാം. ഇതാണ് നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോ. ഇതിന് ശേഷം നമുക്കൊരു ആപ്ലിക്കേഷൻ വേണം. ഇതിൻ്റെ പേര് സ്നാപ്സീഡ് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോ. അതിന് ശേഷം അടിയിലായി ടൂൾസ് എന്നാണ്. ടൂൾസിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം HDR എന്നുള്ള ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൽ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ബ്രൈറ്റ്നെസ്സും അതിനുശേഷം അടിയിലായിട്ടുള്ള ടിക്ക് മാർക്ക് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫോട്ടോ. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ടൂൾസ് സെലക്ട് ചെയ്യണം. അതിൽ പോയിട്ട് ലെൻസ് ബ്ലർ ഉള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ടിക്ക് മാർക്ക് കൊടുത്ത് ഓക്കെ ചെയ്യുക. വീണ്ടും ടൂൾസ് സെലക്ട് ചെയ്യുക. ഇനിയാണ് നമ്മൾ ആ മാച്ച് കളയുന്നത്. അതിനായി ഈ ഓപ്ഷൻ ഹീലിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് മായ്ക്കേണ്ട സ്ഥലം ഫോട്ടോ വലുതാക്കിയ ശേഷം
അടിയിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ രീതിയിൽ മാറ്റാൻ പെട്ടെന്ന് പോകും. അതുപോലെ മാറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഭാഗം മാറ്റി കഴിഞ്ഞിട്ട് ഈ മുകൾ ഭാഗം ഇപ്പോൾ നമ്മൾ മുകൾ ഭാഗം ഏകദേശം മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അടിഭാഗം സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മൾ വായിക്കുമ്പോൾ തെറ്റി വേറെ സൈഡ് മാഞ്ഞ് വേണമെങ്കിൽ അടിയിലായി ഉണ്ടോ ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക് പോകാവുന്നതാണ്. നമുക്ക് അടിയിലെ ഭാഗമാണ് മാറ്റേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ മാറ്റി കൊടുക്കാം. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടിയിലായി ടിക്ക് മാർക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഫോട്ടോ ക്രോപ്പ് ചെയ്യാവുന്നതാണ്. വീണ്ടും ടൂൾസ് സെലക്ട് ചെയ്ത് ഇവിടെ സെലക്റ്റീവ് എന്നാണ്, സെലക്റ്റീവ് ഓപ്പൺ ചെയ്ത് ഈ ഫോട്ടോ ഒന്ന് വലുതാക്കി ഇവിടെ ഒരു തീ എത്തുന്ന ഭാഗം കാണാം, അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെയും സാച്ചുറേഷനും കോൺട്രാസ്റ്റും ഒക്കെ കൂട്ടി കൊടുക്കും. ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന ഒരു ഫോട്ടോയാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യുക. ഇനി നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മൾ രണ്ട് ഫോട്ടോയും ഇതാണ് നമ്മൾ എടുത്ത ഫോട്ടോ. ശേഷം എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായി താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.